മതപരിവർത്തന അറസ്റ്റും കൺട്രാക്ട് ബിഷപ്പന്മാരുടെ നിലവിളിയും. എല്ലാ വർഷവും ക്രിസ്തുമസോ ഈസ്റ്ററോ പുതുവത്സരമോ ഒക്കെ ആകുമ്പോൾ മതപരിവർത്തനത്തിന് ഇറങ്ങിയ കുപ്പായ തൊഴിലാളികളെയോ പാച്ചർമാരെയോ ഒക്കെ അടിച്ച് പഞ്ചറാക്കി അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാറുണ്ട്. ഞങ്ങളുടെ പൂച്ചാണ്ടി പക്ഷക്കാരന്മാർ ഇത് പറഞ്ഞ് വലിയ വായിൽ നിലവിളിക്കുകയും ചെയ്യും. മോദി ഇനിവ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറയുമ്പോൾ ലവന്മാർ തന്നെ ഓടിപ്പോയി കുനിഞ്ഞു നിന്ന് ചായയും ഊതി കുടിച്ചിട്ട് ഒരു അക്ഷരം പോലും ഉരിയാടാതെ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉടനെ അയ്യോ ന്യൂനപക്ഷത്തെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നേ എന്ന് വലിയ വായിൽ നിലവിളിക്കും. എന്താണ് ഇതിൻ്റെ കുട്ടൻസ്? ആരെ സുഖിപ്പിക്കാനാണ് ഇവന്മാർ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ഇപ്രവാശവും അതുതന്നെയാണ് സംഭവിച്ചത്. ഉപരാഷ്ട്രപതിയുടെ മെതുവടയും ബ്രൂക്കോഫയും നുണഞ്ഞിട്ട് ശുക്രയും ഒക്കെ ബോൾത്തി മലയിൽ സാബു ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളൂ. അപ്പോഴാണ് അറിയുന്നത് തങ്ങളുടെ സഹോദര സഭയായ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലേക്ക് കുരിശുകൃഷിക്കായി വിട്ട ഭടനെയും ലവന്റെ ഭാര്യയെയും സിൽബന്ദികളെയും മതപരിവർത്തനം ആരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു എന്ന കാര്യം. ഇവരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന കാര്യങ്ങൾ ഇതാണ്. നാഗ്പൂർ മിഷനിലെ ഫാദർ സുധീർ, ഭാര്യ ജാസ്മിൻ എന്നിവരെ കൂടാതെ ഇവരുടെ സഹായികളടക്കം 12 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്ന്. നാഗ്പൂരിലെ ഷിംഗോഡിയിൽ വെച്ചായിരുന്നു സംഭവം. നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നാണ് ഇവർക്കെതിരെയുള്ള കേസ്. കൂടാതെ അറസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കുവാനും സ്റ്റേഷനിലെത്തിയ ആ 4 പേർക്കെതിരെയും ഈ പരിപാടി നടന്ന വീടിന്റെ ഉടമയ്ക്കും ഭാര്യയ്ക്കുമെതിരെയും കേസെടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ടവന്മാർക്ക് അടിമേടിച്ചു കൊടുക്കുന്നത് ഈ മത മുതലാളിമാരായ കൺട്രാക്ട് ബിഷപ്പന്മാരാണ്. മതപരിവർത്തനത്തിന്റെ പേരിൽ ഇതുവരെ ഏതെങ്കിലും ഒരു ബിഷപ്പോ ഒരു സെൻട്രൽ പാസ്റ്ററോ അറസ്റ്റ് ചെയ്ത് അടികൊണ്ടതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. പകരം അടി കിട്ടുന്നതും അകത്തു പോകുന്നതുമെല്ലാം ഈ പാപം പാതിരിമാരും കുപ്പായത്തൊഴിലാളികളും മടത്തലമ്മമാരും സാധാ പാച്ചർമാരും ഒക്കെയാണ്. പഴയതുപോലെ ഇപ്പോൾ പണിയൊന്നും നടക്കില്ല. ഈ വേഷവും കെട്ടിച്ചെന്ന് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ അടുക്കളപ്പണിക്കും മറ്റ് പണികൾക്കും മനുഷ്യക്കടത്ത് നടത്തുന്ന വലിയ ഒരു റാക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിടിക്കപ്പെടുമ്പോൾ അയ്യോ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നേ എന്ന് വലിയ വായിൽ നിലവിളിക്കുകയും ചെയ്യും. ഇതാണത്രേ പ്രേക്ഷിത പ്രവർത്തനം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 2 മടത്തലമ്മമാരെ മനുഷ്യക്കടത്ത് ആരോപിച്ച് അറസ്റ്റ് ചെയ്തപ്പോൾ കാണിച്ച ആ ആവേശമൊന്നും രാഷ്ട്രീയക്കാരന്മാർ ഒന്നും ഈ ഒരു നാടാർ ക്രിസ്ത്യാനിയായ ഇയാളുടെ അറസ്റ്റിൽ കാണിച്ചില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. ഓരോ പൂച്ചാണ്ടി സഭകൾ ഉണ്ടാക്കി ക്രൈസ്തവോൽക്കരണത്തിന്റെ പേരിൽ സഹസ്ര കോടികൾ ഇവർ വിദേശത്തു നിന്നും കൊണ്ടുവന്ന് ഫീൽഡ് വേലയ്ക്കായി അതിനെ ദൈവവേലയെന്നും പറഞ്ഞ് വാർക്കപ്പണിക്ക് പോയിരുന്നവന്മാരെയും തട്ടുപണിക്ക് പോയിരുന്നവന്മാരെയും ചാന്ത് കൊഴിച്ചു കൊടുക്കുവാൻ മൈക്കാട് പണിക്ക് പോയിരുന്നവന്മാരെയും ഒക്കെ പിടിച്ച് ഈ വേഷം കെട്ടിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടത്തുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അജ്ഞതയും ദാരിദ്ര്യവും ഇവർ ചൂഷണം ചെയ്ത് മതപരിവർത്തനം നടത്തുന്നു. പിടിക്കപ്പെടുമ്പോൾ വലിയ വായിൽ നിലവിളിക്കുന്നു ഇന്ത്യയിൽ ക്രൈസ്തവ സഭ അപകടത്തിലാണ് എന്ന്. ഇതൊരു വലിയ കച്ചവടമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇവരെ അയക്കുന്നത് ഈ കൺട്രാക്ടന്മാർ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലേക്ക് തൊഴിലാളികളെ അയക്കുന്നത് പോലെയാണ്. ഇവരുടെ ഈ ഫീൽഡ് വർക്കുകളുടെ റിപ്പോർട്ട് ഫോട്ടോകൾ അയച്ചു കൊടുത്താണ് കൺട്രാക്ട് ബിഷപ്പന്മാർ കാശ് വാരുന്നത്. ദൈവവേല എന്ന പേരും. ഈ പാവങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന കൺട്രാക്ട് ബിഷപ്പന്മാരോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ള ചോദ്യങ്ങൾ ഇവയാണ്. നിങ്ങൾ ആത്മാക്കളെ നേടാനായി എന്താണ് ചെയ്യുന്നത്? ബിഷപ്പന്മാരെ, വചനക്കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികളെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു സാധാരണ മനുഷ്യന് എന്തെങ്കിലും ഒരു സന്ദേശം പകർന്നു നൽകുവാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? സാധിക്കുമോ? നിങ്ങളുടെ മാതൃകാപരമായ ജീവിതം കണ്ട് ക്രിസ്തുവിലേക്ക് എത്ര പേർ വന്നിട്ടുണ്ട്? മിഷൻ ഫീൽഡിൽ നിങ്ങൾ എന്ത് മിഷൻ, ആരുടെ മിഷനാണ് നടപ്പാക്കുന്നത്? ഇല്ലായ്മ ചൂഷണം ചെയ്ത് മതപരിവർത്തനം നടത്തി നിങ്ങളുടെ സഭയിലേക്ക് ആളെ പിടിക്കുവാൻ ഏത് വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? സ്വന്തം നാട്ടിൽ എത്ര ശതമാനം പേരെ നിങ്ങൾക്ക് ക്രിസ്തുവിനോട് അടുപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്? അത് ഒന്നുമായില്ല, എവിടെയും എത്തിയില്ല എന്നിരിക്കെ എല്ലാവന്മാരും എന്തിനാണ് നോർത്ത് ഇന്ത്യയിലേക്ക് വണ്ടി കയറുന്നത്? നാടൊട്ടുക്കും വലിയ പള്ളികൾ ഉണ്ടാക്കണമെന്ന് ഏത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രിയമുള്ളവരെ, ഈ പുതുവർഷത്തിൽ നമുക്കൊരു ദൃഢപ്രതിജ്ഞ എടുക്കാം. ഞാൻ ഈ പുതുവർഷത്തിൽ ഈ പൈശാചിക സഭകളിൽ നിന്നും ഈ സാത്താനിക കൂട്ടായ്മകളിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന്. എൻ്റെ ഭവനം എൻ്റെ ആലയമാക്കും, അവിടെ ദൈവം ഇറങ്ങി വരും, വസിക്കും. എൻ്റെ ആലയത്തിൽ
എൻ്റെ പിതാവിനോട് സംസാരിക്കുവാൻ ഇടനിലക്കാരായി ഒരു പുരോഹിതനോ മധ്യസ്ഥന്റെയോ എനിക്ക് ആവശ്യമില്ല. പരിശുദ്ധാത്മാ ഗുണങ്ങളുള്ള എൻ്റെ പ്രവൃത്തി കണ്ട് ഞാനൊരു ക്രിസ്തുവിന്റെ ശിഷ്യനാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കും. മനപരിവർത്തനം ഉണ്ടാക്കുന്ന എന്നെ, വചനം പിന്തുടരുന്ന എന്നെ ഒരു ശക്തിക്കും തകർക്കുവാൻ സാധിക്കില്ല. എൻ്റെ ആലയം നശ്വരമല്ല. കാത്തിരിപ്പിന് ഇനി വെറും 26 ദിവസങ്ങൾ മാത്രം. ഇനി ഈ അറസ്റ്റ് വിഷയത്തിൽ പരസ്പരം കടിച്ചു കീറുവാൻ നിൽക്കുന്ന 2 പൈശാചിക സഭകളിലെ കണ്ട്രാക്ക് ബിഷപ്പന്മാരുടെ പ്രതികരണങ്ങൾ കാണുക. കച്ചവടത്തിലേക്ക് ആര് കടന്നു കയറുവാൻ ശ്രമിച്ചാലും ഇവർ ഒറ്റക്കെട്ടാണ്. ഇവരിൽ നമുക്ക് എന്തെങ്കിലും ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ കാണുവാൻ സാധിക്കുമോ? ഇവരുടെ ഈ രൂപവും ഭാവവും വേഷം കെട്ടും കണ്ട് കുട്ടികൾ പോലും പേടിച്ച് നിലവിളിക്കില്ലേ? ബിഷപ്പന്മാരെ, ഞങ്ങളുടെ യേശു തമ്പുരാനെ എന്തിനാണ് നിങ്ങളുടെ മുൻഗാമികളായ പൗരോഹിത്യവർഗം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? യേശു ഒരു മതമോ സഭയോ സ്ഥാപിച്ചതിനാണോ? അതോ ആരെയെങ്കിലും മതപരിവർത്തനം നടത്തിയതിനാണോ? ജീവിതത്തിൽ ക്രൂശിന്റെ അനുഭവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സൗത്ത് കേരള മഹാ ഇടവകയിലെ ഒരു അച്ഛനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സുധീറിനെയും ജാസ്മിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. അവരോടൊപ്പം സ്വദേശികളായ 2 കുടുംബങ്ങളെയും അറസ്റ്റ് ചെയ്തു. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്നാണ് അറിയുന്നതിനിടയായത്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിനെ നേരെ എതിരായ ഒരു കാര്യമാണ്. അവിടെ മതപരിവർത്തനമല്ല നടക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി നാഗ്പൂരിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 12 വർഷമായി അവർ ചെയ്യുന്നത് കുഗ്രാമങ്ങളിൽ ഉള്ള ആളുകൾക്ക്, വിദ്യാഭ്യാസം ഇല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആളുകളുണ്ട്, വയോജനങ്ങളായവർ, അവർക്ക് ലിറ്ററസി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി നഴ്സറി സ്കൂളുകൾ അവിടെ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഗ്രാമങ്ങളിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ പ്രക്രിയ. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് പോയാൽ ക്രൈസ്തവ മിഷണറിമാരുടെ ഈ പ്രവർത്തനങ്ങൾ വളരെയധികമായി നടന്നു എന്നതിൻ്റെ തെളിവാണ് അവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള വളർച്ചകൾ. ഗവൺമെൻറ് എല്ലാ മേഖലയിലും ചെന്നെത്താൻ സാധിക്കാത്ത ധാരാളം മേഖലകളിലാണ് ക്രൈസ്തവ മിഷണറിമാർ ഇപ്രകാരം പോയി പ്രവർത്തിച്ചിട്ടുള്ളത്, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അകാരണമായാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നുള്ള യാതൊരു സംശയവുമില്ല. ആ സ്ഥലത്ത് സുധീറിനെ അവിടെ വിളിച്ചു വരുത്തി ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ചേർന്നുള്ള ഒരു ആരാധനയാണ് ക്രമീകരിച്ചിരുന്നത്. ആ ആരാധനയ്ക്ക് പങ്കെടുത്തു എന്നുള്ളതിൻ്റെ പേരിലാണ് മതപരിവർത്തനം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് CSI ബിഷപ്സ് കൗൺസിൽ ശക്തമായി അപലപിക്കുന്നു. ഗവൺമെൻറ് ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിപ്പോൾ ആവർത്തിച്ചു വരികയാണ്. ഇപ്പം കഴിഞ്ഞ നവംബറിലൊരു സംഭവം, ജൂലൈയിലൊരു സംഭവം ഛത്തീസ്ഗഡിലുണ്ടായി. അപ്പം ഈ ക്രിസ്തുമസിന് വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവ സഭയിൽപ്പെടുന്ന ആളുകളെ ആക്രമിക്കുകയും ക്രിസ്മസ് തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വ്യാപകമായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരത്തിലും ഇതിന് തടയിടാൻ വേണ്ട രീതിയിലുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ബഹുമാനമുള്ള ഉപരാഷ്ട്രപതി മിനിഞ്ഞാന്ന് ലോക് ഭവനിൽ സഭാ മേലധ്യക്ഷന്മാരെ വിളിച്ചിരുന്നു. CSI സഭയുടെ ബിഷപ്സ് കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അതിൽ പോയി പങ്കെടുത്തിരുന്നു. ആ സമയത്ത് വൈസ് പ്രസിഡന്റിനോട് ഞങ്ങൾ പറഞ്ഞ പ്രധാനമായ ആവശ്യങ്ങളൊന്നിതായിരുന്നു: ക്രൈസ്തവ സമൂഹത്തെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. ആക്രമണം നടക്കുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം അഥവാ ഗവൺമെൻറ് നിശബ്ദത പാലിക്കുമ്പോൾ അവർക്ക് ഈ അക്രമം ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഒരു പോസിറ്റീവ് മെസ്സേജാണ് നൽകുന്നത്. അതുകൊണ്ട് നിർബന്ധമായും ഇക്കാര്യങ്ങളിൽ ഗവൺമെൻറ് പ്രതികരിക്കണം, ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി അതിനോട് പ്രതികരിക്കണം എന്ന് അന്നുകൂടിയ മതമേലധ്യക്ഷന്മാരുടെ മീറ്റിങ്ങിൽ വെച്ച് ആവശ്യപ്പെട്ടതുമാണ്. അതിൻ്റെ അടുത്ത ദിവസമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വേദനാജനകമായ അനുഭവം. ഇക്കാര്യങ്ങളിൽ ഇപ്പോൾ അത് അറസ്റ്റ് രേഖപ്പെടുത്തി മുൻപോട്ട് പോകുന്നതുകൊണ്ട് അതിൻ്റെ ലീഗൽ സൈഡ് തീർച്ചയായിട്ടും നോക്കിയേ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട ലീഗൽ സപ്പോർട്ട് നൽകുന്നതിന് പ്രത്യേകം ശ്രമിക്കുന്നതാണ്.
കൗൺസിൽ സെക്രട്ടറി എന്ന നിലയിൽ ഇന്ന് ഞാൻ പ്രതികരിക്കേണ്ടി വരുന്നത് ഇദ്ദേഹം ഒരു CSI സൗത്ത് കേരള ഇടവകയിലെ പട്ടക്കാരനാണ്. അതുകൊണ്ടാണ് CSI സഭ ഇമ്മീഡിയറ്റ്ലി ഇതിനോട് പ്രതികരിക്കുവാൻ തയ്യാറായതും. അല്ലെങ്കിൽ തന്നെയും ഇങ്ങനെയുണ്ടാകുന്ന ക്രൈസ്തവ വിഷയങ്ങളോട് മാത്രമല്ല, ഇന്ത്യയിലുണ്ടാകുന്ന തെറ്റായ നടപടികളെ സഭ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അതിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്. ഈ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ഘടകത്തിലുള്ള നേതാക്കളെല്ലാം ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിനെ കാര്യമായി എടുക്കുന്നുണ്ട്. പലപ്പോഴും അവരുടെ ഒരു ഇടപെടൽ ഇതിനകത്തൊരു വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിശബ്ദത പാലിക്കുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രതികരിക്കേണ്ട സ്ഥാനങ്ങളിൽ പ്രതികരിക്കാതിരുന്നാൽ, നിശബ്ദത പാലിച്ചാൽ അതിനർത്ഥം അറിഞ്ഞോ അറിയാതെയോ ഇൻഡയറക്റ്റായി അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെ ആണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികൾക്കും അവരുടെ ആരാധനകൾക്കും എതിരായി നടത്തുന്നതായ ആക്രമണങ്ങൾ ഏറ്റവും അപലപനീയമാണ്. മതേതര രാഷ്ട്രമായിരിക്കുന്ന ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും ആരാധിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും എല്ലാവർക്കും അനുവാദം ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നതാണ്. അതിൻ്റെ ഉറപ്പ് എല്ലാവർക്കും ഉണ്ടാകണം. ഇവിടെ മതന്യൂനപക്ഷങ്ങളെന്നോ ഭൂരിപക്ഷങ്ങളെന്നോ അതിന് വ്യത്യാസമില്ല. എല്ലാ മതങ്ങൾക്കും ഒരുപോലെയുള്ള അവകാശമാണ് ഇന്ത്യൻ ഭരണഘടന നൽകുന്നത്. അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആരായിരുന്നാലും ഒരു മനുഷ്യ സമൂഹത്തിന് തന്നെ അപമാനമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് ഒത്താശ നൽകുന്ന ഏത് ഭരണാധികാരിയാണെങ്കിലും അദ്ദേഹം ഭരണഘടനയ്ക്ക് വിപരീതമായി പ്രവർത്തിക്കുന്നയാളാണ്. അത് ബോധ്യമായിക്കൊണ്ട് അദ്ദേഹം ഭരണഘടനയ്ക്ക് അനുകൂലമായി നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ളതായിരിക്കുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾ, ഈ രാജ്യത്തിന് അപമാനമായി തീരുന്ന പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ കർശനമായ നടപടികൾ എടുക്കണം. അത് ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല, ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, എല്ലാ മതങ്ങളുടെയും പേരിലുള്ളതായിരിക്കുന്ന ആവശ്യമാണ്. ഒരു മതവും ഒരു മതത്തെ നിഗ്രഹിക്കാൻ പാടില്ല. എല്ലാ മതങ്ങളും ഒരുപോലെ ജീവിക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ആശങ്കയോടെയാണ് സഭ വീക്ഷിക്കുന്നത്. കാരണം ഇത് തുടർന്നു കൊണ്ടുപോകുന്നെങ്കിൽ ക്രിസ്തീയ സഭയുടെ ഇവിടുത്തെ നിലപാട് വളരെയധികം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലാണ്. ഇവിടെ എത്ര ശതമാനമുണ്ടെന്നുള്ളതല്ല, ന്യൂനപക്ഷങ്ങൾക്കും ഭൂരിപക്ഷങ്ങൾക്കും എല്ലാം ഒരുപോലെ അവകാശപ്പെട്ട ഭരണഘടനയിൽ എല്ലാവർക്കും അവരവരുടെ മതങ്ങൾ വിശ്വസിക്കുന്നതിനും അതിനെ പ്രചരിപ്പിക്കുന്നതിനും ഉള്ള അവകാശമുണ്ട്. ആ അവകാശം ആരും രക്ഷിക്കാൻ പാടില്ല. അതിന് ശക്തമായ രീതിയിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ചെയ്യേണ്ടതായ മേഖലകളിൽ അതിനുള്ളതായ പ്രതികരണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നേരത്തെ അറിയിക്കുകയാണ്. വിലപിക്കുന്ന ബിഷപ്പന്മാരെ, നിങ്ങൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം സമയം കിട്ടുമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകിയ കൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നമ്മുടെ യേശു തമ്പുരാൻ പോലും ക്രൂശുമരണം ഏറ്റുവാങ്ങി. പിന്നെ നിങ്ങളൊക്കെ എന്തിനാണ് ബിഷപ്പന്മാരെ വിലപിക്കുന്നത്? ഈ വരുന്ന പുതുവർഷമെങ്കിലും ഈ കൂദാശ കച്ചവടക്കാർക്ക് ഇവരുടെ പൈശാചിക സഭകൾ വിട്ട് ഈ കാലഹരണപ്പെട്ട വസ്ത്രങ്ങൾ ഊരിപ്പറിച്ചു കളഞ്ഞ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയുവാൻ ഇടവരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതിനായി ശക്തമായി പ്രവർത്തിക്കാം. ജയിലിൽ നിന്നിറങ്ങിയാൽ സുധീറെ മുൻ നാട്ടിൽ വന്നു വല്ല കപ്പയ്ക്ക് തടമെടുത്താണെങ്കിലും ജീവിക്കുവാൻ ശ്രമിക്കുക. ഇവന്മാരുടെ വാക്ക് കേട്ടുപോയാൽ കാരാഗൃഹം മാത്രമല്ല നിന്നെ കാത്തിരിക്കുന്നത്, നിത്യ നരകവും നിനക്കായി കാത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.